ജർമ്മനിയിൽ വീണ്ടും ഒരു വമ്പൻ ആക്രമണം നടന്നിരിക്കുന്നു. കുടിയേറ്റക്കാരുടെ ജർമ്മനിയിലെ അഴിഞ്ഞാട്ടം അവസാനിക്കുന്നില്ല. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന വാർത്തയാണ് ജർമ്മനിയിലെ വാർത്ത. യൂറോപ്പിൽ പല ഭാഗത്തായി ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം ഇപ്പോൾ നടക്കുന്നത് ജർമ്മനിയിലും ഫ്രാൻസിലുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ കുടിയേറ്റക്കാരനായ അഫ്ഗാൻ പൗരന്റെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ജർമ്മനിയിൽ നടന്നിരിക്കുന്നത്. മ്യൂണിക്കിൽ നടന്ന ട്രേഡ് യൂണിയൻ മാർച്ചിലേക്ക് കാർ ഇടിച്ചു കയറ്റിയിരിക്കുകയാണ് ഈ 24-കാരനായ അഫ്ഗാൻ പൗരൻ. എന്നാൽ ഈ അഫ്ഗാൻ പൗരനെ പിടിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത്. തൻ്റെ പാർട്ടി അധികാരത്തിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവനൊന്നും ഇവിടെ കിടന്ന് പുളയ്ക്കുകയില്ലായിരുന്നു എന്നാണ് തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ ചാൻസലർ സ്ഥാനാർത്ഥി ആലീസ് വീഡൽ തറപ്പിച്ച് പറയുന്നത്. ഇതോടുകൂടി തീവ്ര വലതുപക്ഷത്തിന് ജർമ്മനിയിൽ വലിയ മേൽക്കൈ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലായ്പ്പോഴും ഒരേ രീതിയാണ്. ഒരു അഭയം തേടുന്ന ആൾ ജർമ്മനിയിലേക്ക് വരുന്നു, അയാളുടെ അപേക്ഷ നിരസിക്കുന്നു, അയാളെ നാടുകടത്തുന്നുമില്ല. പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ZDF-ൽ വോട്ടർമാരുമായി നടത്തിയ തത്സമയ സ്റ്റുഡിയോ സംഭാഷണത്തിലാണ് അവരിങ്ങനെ പറഞ്ഞത്. AfDയുടെ കീഴിൽ അയാൾ ആദ്യം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് തീവ്ര വലതുപക്ഷ പാർട്ടി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ബവേറിയൻ പ്രീമിയൻ മാർക്കസ് സോഡസിനോട് വീഡൽ ഇങ്ങനെ പറയുകയാണ്. രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് സോഡർ, നേരിടേണ്ട ചോദ്യം ഇതാണ്: ആ മനുഷ്യൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നാണ് യഥാർത്ഥത്തിൽ ഭരണകക്ഷിയോട് അവിടെ തീവ്ര വലതുപക്ഷം ചോദിക്കുന്നത്. ജർമ്മനിയിലെത്തി ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ആക്രമിയെന്ന് സംശയിക്കുന്ന അഫ്ഗാൻ പൗരനെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. 30 പേർക്കാണ് ഈ കാർ ഇടിച്ച് കയറ്റിയതിൽ പരിക്കേറ്റിരിക്കുന്നത്. നേരത്തെ ജർമ്മനിയിൽ കത്തിക്കുത്ത് നടന്നപ്പോഴും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ക്രിസ്മസിന്റെ തലേ ദിവസം എന്താണ് യൂറോപ്പിൽ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂറോപ്പ് കിടുങ്ങി പോകുന്ന രീതിയിലാണ് വലിയ രീതി ട്രക്ക് ഇടിച്ച് കയറ്റി പല ആൾക്കാരെ അവിടെ കൊല്ലുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും എനിക്ക് ലിംഗഭേദമില്ല എന്നതിനാൽ ലിംഗഭേദമില്ലാത്ത ഭാഷ ഉപയോഗിക്കരുത് എന്ന് ആദ്യം വ്യക്തമാക്കിയതിനു ശേഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെയും കുറ്റവാളികളെയും പുറത്താക്കുക മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് AfD എന്ന് പറയുന്നത്. അതായത് വലതുപക്ഷ പാർട്ടിയാണ്. അത് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെയൊക്കെ കാട്ടിലും വലിയ വലതുപക്ഷം പേർന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ പാർട്ടി ഇപ്പോൾ വലിയ രീതിയിൽ ജർമ്മനിയിൽ ഈ ആക്രമണത്തെ അപലപിക്കുകയാണ്. ജർമ്മനിയിൽ മാത്രമല്ല, സ്വീഡനിൽ കലാപം നടന്നിരുന്നു, ഫ്രാൻസിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരുന്നു. ക്രിസ്മസ് തലേന്ന് യൂറോപ്പ് മുഴുവനും ശോകമൂകമായിരുന്നു. കാരണം വലിയ ആക്രമണമാണ് അവിടെ നടന്നത്. എന്നാൽ പോളണ്ട് മാത്രമാണ് ക്രിസ്മസ് അതിഗംഭീരമായിട്ട് ആഘോഷിച്ചത് എന്നുള്ള ചർച്ചയും ആ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായതാണ്. കാരണം പോളണ്ട് ഒരൊറ്റ അഭയാർത്ഥിയെ പോലും അകത്തേക്ക് കയറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.